ഇന്നത്തെ ഈ മാച്ചിലെ അവസാനത്തെ പെർഫോമൻസ് കളിക്കുന്നത് GT. उनको न
നായകി നാൾമുഖി നാരായണി ഭൈരവി പഞ്ചസായകി സാംബവി ശങ്കരി സാംബവി ശാന്തി പഞ്ചുവാലിനി നായകി വാരാതി ശൂലിനി മാതങ്കി എன்ற കാളികാദിയുടയാർ ശരണം 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 பார்த்த விழி பார்த்தபடி பூத்து இருக்க காத்திருந்த காட்சிகளை காண கிடைக்க ഗംഗാതരംഗം, ഇളം കാറ്റിൻ്റെ ഒരു സുഖം അത് വേറെ തന്നെയാണല്ലേ. അതുപോലെയായിരുന്നു നിങ്ങളുടെ സംഗീതം. നമ്മളെ തൊട്ട് തഴുകി തലോടി പോകുന്ന കാറ്റുണ്ടല്ലോ, അതുപോലെ ഞങ്ങളുടെ മനസ്സിന് ഇത്രമാത്രം അത് തലോടിയിട്ടുണ്ട്. നമുക്ക് ജഡ്ജസിനോട് സ്കോർ ലോക്ക് ചെയ്യാൻ പറയാം. എന്നാൽ മാത്രമാണ് അവർക്ക് ഇത്രമാത്രം ആ തലോടിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാകുള്ളൂ. ജഡ്ജസ് ക്യാൻ ബി പ്ലീസ് ലോക്ക് ദ സ്കോർ. രഞ്ജനി, എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഓക്കെ, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾ പാടിയ ഒരുപാട് ഗ്രൂപ്പ് സോങ്സിൽ വെച്ച് എനിക്കിതെന്തോ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നന്നായിരുന്നു. അതായത് ഈ സ്റ്റാർട്ടിങ് മന്ത്രത്തിൻ്റെയും നമ്മൾ ഹാർമണി ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും കറക്റ്റ് സമയത്ത് നിർത്തുക എന്നുള്ളതാണ്. ഓൺ ദ ഹോൾ ഇറ്റ് വാസ് നൈസ്. അവസാനം ഒരു താളത്തിന്റെ ഒരു പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല എന്താണ് കറക്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് വളരെ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതാണ്. നന്നായിരുന്നു. അപ്പൊ ആ ഒരു എഫേർട്ടിന് ഹാറ്റ്സ് ഓഫ് ടു യു. വെരി ഗുഡ് ജോബ്. നൈസ് എഫേർട്ട്. താങ്ക് യു. ബിജു നാരായണൻ, ശരിക്കും വലിയൊരു എഫേർട്ട് എടുക്കേണ്ട ഒരു സോങ് തന്നെയാണ്. നിങ്ങൾ ശരിക്കും എഫേർട്ട് എടുത്തിട്ടുള്ളത് കേൾക്കുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ ചിലയിടത്തൊക്കെ ഒരു പിച്ചിങ് പ്രോബ്ലം. അതിനുമുമ്പ് നിങ്ങൾക്ക് മോണിറ്റർ കറക്റ്റ് ആയിട്ട് കിട്ടിയിരുന്നോ? ലെവൽ കുറവായിരുന്നു അവിടെ? കാരണം അത് നമുക്കിവിടെ ഫീൽ ചെയ്യാമായിരുന്നു.
ടോട്ടൽ സിംഗിങ്ങിൽ. എനിവേ നല്ല എഫർട്ട്. അൻവർ, ഇങ്ങനെ പോയാൽ നമുക്ക് ഓർക്കസ്ട്ര വേണ്ടി വരില്ല. എന്തായിരുന്നു ആദ്യത്തെ നിങ്ങളുടെ സ്പെഷ്യൽ എഫക്ട്സുകൾ? രഞ്ജൻ ഇവിടെ കഴിച്ചു പാടുന്നു. അത് മാത്രമല്ല നമ്മുടെ ഗായത്രിയുടെ കുറേ സ്പെഷ്യൽ സാധനങ്ങൾ. സോറി, അഖിലിന്റെ മറന്നുപോയതാണ് പറയാൻ. സോറി. ഞങ്ങളത് മറന്നുപോയേട്ടാ. എന്തായാലും അഖിൽ ഇന്ന് പക്കായിരുന്നു കുറച്ചുകൂടെ ഒക്കെ. ഇതിന് മുന്നേ ഉള്ളതിനേക്കാളൊക്കെ എല്ലാം മാറി മറവിയൊക്കെ മറന്നില്ല. കറക്റ്റായിട്ട് പാടേണ്ട സ്ഥലത്തൊക്കെ ഒരുവിധം നന്നായി പാടിയിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യം, നല്ലൊരു പാട്ട് തന്നതിന് നന്ദി. ഉള്ളക്ക് തമിഴ് സംഗീത മഹായുദ്ധം 2 മാച്ച് ഡേഞ്ചർ സോൺ അവസാനത്തെ മാച്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ട് ടീമിന്റെയും പെർഫോമൻസ്, അവസാനത്തെ പെർഫോമൻസ് ഇവിടെ കഴിഞ്ഞു. രണ്ട് ടീം അംഗങ്ങളും വളരെ വളരെ ടെൻഷനിലാണ്. കാരണം 1.5 മാർക്സിൽ GPRS ലീഡ് ചെയ്യുമ്പോൾ ഗംഗാതരംഗത്തിന് വീണ്ടും ശേഷിക്കുന്നത് ഒരേ ഒരു മാച്ച് മാത്രം. ഇനി അടുത്ത എലിമിനേഷൻ സോൺ മാച്ച് ഉണ്ടാവുമെങ്കിൽ അവിടെ തീരുമാനിക്കപ്പെടും സേഫ് സോണിലോട്ട് വരുന്ന ഏക ടീം ആരാണ്. പക്ഷെ ആ മാച്ച് നടക്കുക GPRS വിജയിച്ചാൽ മാത്രം. You can please be seated. Thank you. അമൂൽ സംഗീത മഹായുദ്ധം 2 ഈ മാച്ചോട് അവസാനിച്ചിരിക്കുകയാണ്. ഇനി സ്കോർ മാത്രം വെളിപ്പെടുത്തിയാൽ മതി. On to the scoreboard. ആദ്യം സ്കോർബോർഡിൽ തെളിയുന്നത് GPRS. Grand score for this game.